ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള വൈദികർ, സിസ്റ്റർമാർ, സെമിനാരി വിദ്യാർത്ഥികൾ, ഫോർമേഷനിലെ കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കന്മാർ, നമ്മുടെ എല്ലാവരും ഓർക്കുന്നു കേട്ടോ. ആരും വിട്ടുപോയിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസം ഏപ്രിൽ 24 ദൈവത്തിൻ്റെ കരുണയാൽ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി അഥവാ PDM സ്ഥാപിക്കപ്പെട്ടിട്ട് 6 വർഷം പൂർത്തിയായി 7ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പൊരിഞ്ഞ സ്നേഹമുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് അഭിഷേകാഗ്നി ത്രോക്ക് കേട്ട് കഴിയുമ്പോൾ വിട്ടുപോയെങ്കിലും കൂടണം കേട്ടോ. പിന്നെ ആ ഒരു കാര്യത്തിന് ബ്ലെസ്സിങ് ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ്? ഈ നാളുകളിൽ ഒരുപാട് കുട്ടികൾ ആദ്യ കുർബാന സ്വീകരണം നടക്കുകയാണ്. ഗ്രൂപ്പായിട്ട് പഠിച്ച് അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ പലതരം ആദ്യ കുർബാന. അപ്പം ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തരാമോ എന്ന് പാരൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക ബ്ലെസ്സിങ്ങും അവർക്ക് നല്ലൊരു വിശുദ്ധിയും കൃപയും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചു അല്ലെങ്കിൽ ഓരോ ഏജിലും അവർക്കൊക്കെ ചുമ്മാ കുഞ്ഞു പ്രായത്തിൽ ചിലപ്പോൾ ഒരു ആഗ്രഹം തോന്നും, വൈദികനാകണം, സിസ്റ്ററാകണം എന്നൊക്കെയുള്ള ആഗ്രഹം ചിലപ്പോൾ പാരൻസിനോടൊക്കെ പറയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് പിന്നെ അതിനകത്ത് തീരുമാനമൊക്കെ എടുക്കണമെന്നെങ്കിൽ അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അതിൻ്റെ പ്രായത്തിൻ്റെ ആ സമയത്തൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിനെയൊക്കെ നമ്മളിങ്ങനെ സ്നേഹത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ വരുമ്പോൾ പറയണം. അപ്പം നിങ്ങൾക്ക് പ്രത്യേകം ഒരു പ്രാർത്ഥനയും ഒരു സ്നേഹവും അപ്പം എൻ്റെ മനസ്സിലത് കയറും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഏതായാലും ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് റോമ 1:6. തലക്കെട്ട് ഇതാണ്: നിങ്ങൾ ആരുടെയെങ്കിലും സ്വന്തമാണോ എന്നുള്ളതാണ്. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 1:6. നമ്മൾ എഴുത്തൊക്കെ എഴുതുമ്പോൾ അല്ലേ പറയും, പിന്നെ നമ്മുടെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ തീവ്രത അനുസരിച്ച് എന്ന് സ്വന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. ഇപ്പോൾ അതിൻ്റെ ടേമുകൾ ഇംഗ്ലീഷും പല സ്ഥലത്തിലൊക്കെ മാറി മാറി വരും. എങ്കിൽ പോലും ആദ്യകാലങ്ങളിലൊക്കെ അല്ലേ അത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ വയ്ക്കുന്നത്. ഇവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ പറയും, ഞങ്ങൾ കൃപയെ അപ്പസ്തോല സ്ഥാനം പ്രാപിച്ചിരിക്കുന്ന ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, വാത്സല്യ ഭാജനങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് ഈ മുകളിലത്തെ താഴത്തെ വചനം. ഒരു ആമുഖത്തിൽ പൗലോസ്ലീഹ പറയുകയാണ് റോമാസഭയ്ക്ക് എഴുതി. അവിടെ സഹോദരങ്ങൾ, അതിനകത്തൊരു സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്: യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വചനം നിങ്ങൾക്കറിയാം, യോഹന്നാൻ ലേഖനത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ അഭിഷേകത്തിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പറയും. ഇതാണ് സഹോദരങ്ങളെ, യേശുക്രിസ്തു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ശരിയാണ്. കുരിശു മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ഈശോ നമ്മളെ സ്വന്തമാക്കി. നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മൾ യേശുവിനെ സ്വന്തമാക്കിയോ എന്നുള്ളതാണ്. യേശുവിനെ നിന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ യേശുവിനെ സ്വന്തമാക്കണം. ഈശോ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സമയത്ത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം, ഞാൻ ഈശോയുടെ സ്വന്തമാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്, എൻ്റെ സ്വന്തം ഈശോ അല്ലേ. അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയുടെ ബന്ധത്തിൽ അങ്ങനെ ഒരു ബന്ധം അല്ലേ. ഞാൻ ആരുടെ സ്വന്തം? ഞാൻ ഈശോയുടെ സ്വന്തമാണ് അല്ലേ. മറ്റുള്ള പലരുടെയും സ്വന്തമായിരിക്കും നമ്മൾ, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. മാതാപിതാക്കന്മാരുടെ സ്വന്തം മക്കളാണ്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. ജീവിത പങ്കാളി നമ്മുടെ സ്വന്തമാണ്, അതെല്ലാം. പക്ഷെ അതിനേക്കാളെല്ലാം ഞാൻ ഈശോയുടെ സ്വന്തമാണ് എന്ന് പറയുന്നത് പോലെ ഈശോ എൻ്റെ സ്വന്തമാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴിങ്ങനെ ചിന്തിക്കുക, ഇനി ഈശോയുടെ സ്വന്തമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റു കാര്യങ്ങളെല്ലാം മാറി 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 ഈശോ തന്നെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരണം. അതിന് അച്ഛനാകൊണ്ട് സിസ്റ്ററാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈശോയുടെ സ്വന്തമാണ് അല്ലേ. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അല്ലേ, ഈശോ നമ്മളെ നോക്കി ഇങ്ങനെ പറയുമോ ഇവിടെ സ്വന്തം അല്ലേ, നമ്മുടെ സ്വന്തമാണ്. അല്ലെങ്കിൽ ഈശോനെ നോക്കി പറയുമോ നമ്മുടെ ഈശോയെ ഇവിടെ സ്വന്തമാണ് അല്ലേ. ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നോക്കിയേ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി. ബൈബിളിൽ ഏത് കേസ് ആഗ്രഹിച്ചാൽ അപ്പം തന്നെ വന്നു കഴിഞ്ഞു, ആഗ്രഹിച്ചാൽ സംഭവിച്ചു കഴിഞ്ഞു. അതാണല്ലോ ബൈബിളിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ലെവൽ എന്ന് പറയും. ചുമ്മാ സിമ്പിളായിട്ട് അല്ലേ. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട്, ഈശോ അനുഗ്രഹിക്കും. നമുക്ക് സ്തുതിക്കാം.
ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു. ഹാലേലിയ 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 ഹാലേലിയ. കർത്താവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നല്ല ഹൃദയം തുറന്ന് അങ്ങ് സ്തുതിക്കാം. ആരാധന. ഈശോയെ ആരാധന. കർത്താവായ ദൈവമേ, ഈ വചനം ഈശോയുടെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ ഈശോയുടെ സ്വന്തമാണല്ലോ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അവരനുഭവത്തിൽ കൂടുതൽ വളരെ ഇടവരട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ഞായറാഴ്ച ദിവസം ചിലർക്ക് രാത്രിയിൽ അല്ലെങ്കിൽ പ്രഭാതത്തിലൊക്കെ ബ്ലെസ്സിങ് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഈശോയെ എല്ലാ ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ. എപ്പോഴും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ദൈവമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ പൗരോഹിത്യം ഭൂമിയെ സ്ഥാപിച്ചത്. നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ഓരോ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുക. യേശു അവരെ സ്വന്തമാക്കിയല്ലോ. കർത്താവ് ഈശോയുടെ സ്വന്തമായല്ലോ. ആ ഒരു അനുഭവത്തിൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ വഴിയെ പോകാതെ വിശുദ്ധിയുടെ കൃപയുടെ വഴിയെ മാത്രം ഈ കുഞ്ഞുങ്ങൾ നടക്കാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ കർത്താവെ, ഈ നാളുകളിൽ കർത്താവ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ കുഞ്ഞുങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ് ദൈവമേ, കുമ്പസാരം എന്നുള്ള കൂദാശ മരിക്കുന്നോടെ വരെ കൃപയോടെ സ്വീകരിച്ചവനെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ്. എൻ്റെ ദൈവമേ, പാപം ഒഴിവാക്കി ജീവിക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവ്. ഈശോയുടെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു. അതിനെ ഒരുക്കുന്ന പേരൻസിനെയും ടീച്ചേഴ്സിനൊക്കെ സിസ്റ്റർമാരെയും വൈദ്യരൊക്കെ എല്ലാവരും ഒരു കർത്താവ് അതിനൊരു പ്രത്യേക കൃപ കൊണ്ട് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.